വെൽക്കം ബാക്ക് ടു ഡേ 4 ഓഫ് അവർ സീരീസ്. ഇന്ന് നമ്മുടെ സീരീസിൻ്റെ 4ാമത്തെ ദിവസമാണേ. അങ്ങനെ അക്കരയിൽ ഒരു കൂടാരം പോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. എന്താ പറയുക, ഒരു ലൈറ്റ്സ് വെച്ചിട്ട് താജ്മഹൽ പണിത് വെച്ചിരിക്കുന്നതാണ് കാണുന്നിരിക്കുന്നത്. അത്രയ്ക്കും അടിപൊളിയാണ്. ഇങ്ങനെ ഒരു അഴ പോലത്തെ സാധനത്തിൽ ഇങ്ങനെ തൂക്കി 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 ഇട്ടിരിക്കുന്നു. കുറേ ചെടികളിലൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. നൈറ്റിലെ വീഡിയോയിൽ അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അതേ ചെടികളിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതേ ചെയറൊക്കെ എല്ലാവരും ഇങ്ങനെ അടുക്കി സെറ്റാക്കി ആൾക്കാർ വരുമ്പോൾ ഇരിക്കാനായിട്ടുള്ളതൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. പിന്നെ അതേ സുരച്ചിട്ട് ബ്ലൗസ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് നാളത്തേക്ക്. പിന്നെ അഞ്ചുവൊക്കെ മൈലാഞ്ചി ഒന്ന് ആലപ്പുഴയിൽ പോയി ഇട്ടിട്ടൊന്ന് പ്ലിങ്ങി വന്നതാണ്. അതൊക്കെ പൊടിഞ്ഞ് പോയി, കളറൊന്നുമില്ല. ഇപ്പം അതേ അഞ്ചുവക്കയുടെ ഒരു ഫ്രണ്ടാണ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1000 രൂപ അഞ്ചുവക്കയുടെ അവിടെ നിന്ന് പോയായിരുന്നു. അപ്പോൾ അതേ അഞ്ചുവക്കയുടെ ഫ്രണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇവിടെ എല്ലാവരും അഞ്ചുവക്ക മൈലാഞ്ചി ഇടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബിൻസിയപ്പച്ചിയും നയനാക്കയും അതുക്കയും അക്കൊക്കെയും ഒക്കെ. അങ്ങനെ അഞ്ചുവക്കയുടെ മൈലാഞ്ചിയിടലൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. താഴത്തും കുറേ കസേരയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ക്യാൻ ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ, എല്ലാവരും വെള്ളം കുടിച്ച് മരിക്കും. പിന്നെ 2 ബോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ബോട്ടുണ്ട്, പിന്നെ അപ്പുറത്തും ഒരു ബോട്ടുണ്ട്. ഇത് ബോട്ടിലോട്ട് കയറാനുള്ള വഴിയാട്ടോ. അവിടെ അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും ബാഹുബലിക്കാത്ത ഒരു സീനാട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. അതറിയാവുന്നവരും കാണും. പിന്നെ അതേ ബോട്ടയിൽ കുറേ ചെയറും ടേബിൾസും ഒക്കെ കുറേ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ദേ ഇതിൻ്റെ സ്നേഹനിധിയായ അനിയനാണ്. പിന്നെ അതേ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ദേ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് 2ാമത്തെ ബോട്ടിലെയാണ് ഈ കസേരയും ടേബിളൊക്കെ. എനിക്ക് ഫസ്റ്റത്തേക്കാളിലും കൂടുതൽ ഇഷ്ടപ്പെട്ട 2ാമത്തെ ബോട്ട് ഇരിക്കുന്നതാണ്. കാരണം അവിടുന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെള്ളം കാണാം, പിന്നെ ഒരു നൈറ്റ് സീനൊക്കെ കാണാം, അടിപൊളിയാണ്. പിന്നെ അതേ ആ വോളിലായിട്ട് ഒരു ആനയുടെ 2 കൊമ്പ് ഒടിച്ച് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അത് എന്തോ ഒരു ആർട്ടാണ്. അതെന്തേലുമൊക്കെ ആവട്ടെ. അങ്ങനെ നമ്മൾ 2ാമത്തെ ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചാടി ഇറങ്ങുക, ഇവിടുന്ന് ബോട്ടിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങുക, അതൊക്കെയായിരുന്നു പണി. പിന്നെ അതേ രാവിലെ ചായയൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓടിക്കളിച്ച് സെറ്റാണ്. രാവിലെ ഉപ്പുമാവും പിന്നെ എന്താ അവലുണ്ടായിരുന്നു, പഴവും. ഇത് റോബസ്റ്റ, ഇത് പൂവമ്പഴമായിരുന്നു. 2 സൈസ് പഴം ഉണ്ടായിരുന്നേ. പിന്നെ ഇത് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേ ഇതാണ് നാൻസി അപ്പച്ചി, എൻ്റെ അപ്പച്ചിയാണ്. എല്ലാവരും അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ബോട്ടിലും ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിരിക്കുന്നതാണ് എന്നിട്ട് നല്ല രസമുണ്ടായിരുന്നേ. ആര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കുമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. രാത്രിയിലാണ് ഒന്നും കൂടി അടിപൊളി. പിന്നെ ദേ സുഖിച്ചിട്ട് പച്ചക്കറിയൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നും ഞാൻ പച്ചക്കറി കാണിക്കുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കല്ലേ. ഈ കല്യാണ സമയത്ത് ഞങ്ങളുടെ കുടുംബമായിട്ട് പച്ചക്കറിക്ക് നല്ലൊരു ബന്ധമുണ്ട്. പിന്നെ അതേ കുറേ കസേരയൊക്കെ അവിടെ വെച്ചിരിക്കുന്നു. അപ്പോൾ രാത്രിയിലത്തെ വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയും ബൈ.